കരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 6 മണിക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന സിനിമയുടെ ട്രെയിലർ വരുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് കുഞ്ഞിക്ക നമ്മളെ ഒന്ന് പറ്റിച്ചതാണല്ലേ. ഇതേ ട്രെയിലർ ഇതേ വരുന്നുണ്ട്, 6 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ടി വിയുടെ മുമ്പിലും യൂട്യൂബിൻ്റെ മുമ്പിലൊക്കെ കയറി കുത്തിയിരുന്നു. 6 മണിയെന്നുള്ള 6:30 ആയി. അത് 7 ആയപ്പോഴത്തേക്ക് കുഞ്ഞിക്ക പിന്നെ ഒരു പോസ്റ്റ് ഇട്ടു. ടെക്നിക്കൽ എററാണ്, കുറച്ച് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ട്രെയിലർ എത്തും എന്ന് പറഞ്ഞു. നമ്മൾ 8 മണി 9 മണി 10 മണി 12 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാർ, കാരണം സാധാരണ ചില ട്രെയിലറുകളൊക്കെ 12 മണിക്കൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ 12 മണി വരെയൊക്കെ നോക്കിയിരുന്നു. നമ്മളെ നിരാശപ്പെടുത്തി അവസാനം പിറ്റേ ദിവസം നമ്മുടെ ദുൽഖറും ഇതിൻ്റെ കോ പ്രൊഡ്യൂസറും കൂടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നിങ്ങളെൻ്റെ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ട്രീറ്റൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തി. പക്ഷേ എവിടെ ട്രെയിലർ എവിടെ എന്ന് ദുൽഖർ ഈ പ്രൊഡ്യൂസറോട് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് അത് ജാമായെന്നാണ് പറഞ്ഞത്. അപ്പം ജാമായ സ്ഥിതിക്ക് ഇന്ന് 6 മണിക്ക് ഞങ്ങളെ ജാമാക്കരുത്, കാരണം ഞങ്ങളുടെ സമയത്തിനും വിലയുണ്ടല്ലോ. നമ്മളിത് കാണാൻ വേണ്ടി വലിയ ആകാംക്ഷയിലൊക്കെ കുത്തിയിരുന്നതാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ദുൽഖർ നായകനായിട്ട് എത്തുന്ന വെൽഫെയർ കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് 5 ലാംഗ്വേജിലായിട്ട് പാൻ ഇന്ത്യൻ റിലീസായിട്ട് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു ന്യൂ ലുക്കിലൊക്കെയാണ് ചുള്ളൻ്റെ ആ ഒരു നിപ്പും. ഇന്ന് 6 മണിക്ക് ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരാശപ്പെടുത്തത്തില്ല എന്ന് വിചാരിക്കുന്നു. ട്രെയിലറും അതുപോലെ തന്നെ ട്രെയിലർ റിലീസും എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് ഐ ആം ഗെയിം എന്ന സിനിമയിൽ ദുൽഖർ നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്, നമ്മളെ ഞെട്ടിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. എന്തായാലും ഈ ഒരു ഓണത്തിന് ഗംഭീര സിനിമകൾ തന്നെയാണ് തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. ആദ്യം തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയാണ്. ആശീർവാദ് സിനിമാസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജൂഡ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനും ലാലേട്ടനും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വിസ്മയ കഴിഞ്ഞ ദിവസം ഈ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പം അതിനകത്ത് വന്നിട്ട് കുറേ ആളുകൾ വിസ്മയുടെ സിനിമയെ ഞാൻ തിയേറ്ററിൽ പോരുന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോകും, അത് കാണും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ലാലേട്ടനല്ല, ഇനി ആരാണെങ്കിലും കൊള്ളാം, 6 സിനിമ ആണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ സിനിമ കാണാൻ പോകും. സിനിമയ്ക്കകത്തേക്ക് വിഷയം കലർത്താൻ ആരും വരരുത്. ഓഗസ്റ്റ് 20-ാം തീയതി ആദ്യം തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമ നമ്മുടെ DQൻ്റെ ഐ ആം ഗെയിമും അതോടൊപ്പം തന്നെ ക്ലാഷ് റിലീസായിട്ടാണ് ഖലീഫ നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന സിനിമ വരുന്നത്. നമ്മുടെ വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയിലും ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. മറ്റൊരു സിനിമ കൂടപ്പെട്ട സംവിധാനമായിട്ടുള്ള ഗിരീഷ് ഐഡി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇത് നമ്മുടെ നിവിൻ പോളിയും അതുപോലെ നമ്മുടെ മമിത ബൈജുവാണ്. മമിത ബൈജു ഇപ്പം പ്രേക്ഷകരേറെ ഇഷ്ടപ്പെടുന്ന ഒരു നടിയായി മാറിയിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് മാറി ഇപ്പം തമിഴിൽ സമയമില്ലാത്ത ഒരു നടിയായിട്ട് മാറിയിരിക്കുന്നു. എന്താണെങ്കിലും ഇന്ന് കൃത്യം 6 മണിക്ക് നമ്മുടെ ദുൽഖറിൻ്റെ ഐ ആം ഗെയിം എന്ന സിനിമയുടെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തും. ഇന്ന് 6 മണിക്ക് ഞാനും ഉണ്ടാവും, നിങ്ങളും യൂട്യൂബിൽ തന്നെ ഇരുന്നോളൂ. നമ്മൾ ട്രെയിലർ കണ്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പം ഞെട്ടിക്കോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഓണം ഈ ചിത്രങ്ങൾ അതേതായിരിക്കും തൂക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറക്കണ്ട, കൃത്യം 6 മണിക്ക് ഐ ആം ഗെയിം.